ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറിയൊരു കഥ പറഞ്ഞുതരാം. റമളാൻ മാസമൊക്കെയാണ്. ഈ ഒരു റമളാൻ മാസത്തിൽ 30 ദിവസം ഓരോ ഇസ്ലാമിക് സ്റ്റോറീസ് വീതം ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് അതിന്റെ പാർട്ട് 4 ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും യാത്രയിലായിരുന്നു. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ആടിനെ അറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ സ്വഹാബികളിൽ നിന്നും ഒരാൾ പറഞ്ഞു, ഞാൻ അതിനെ അറക്കാം. വേറൊരാൾ പറഞ്ഞു, ഞാൻ ഇതിന്റെ തൊലി ഉരിക്കാം. അങ്ങനെ മൂന്നാമൻ പറഞ്ഞു, ഞാൻ അതിനെ പാകം ചെയ്യാം. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഞാൻ പോയി വിറക് ശേഖരിക്കാം. ഇത് കേട്ടതും സ്വഹാബികൾ പറഞ്ഞു, വേണ്ട പ്രവാചകരെ, എല്ലാം ഞങ്ങൾ ചെയ്തോളാം, അങ്ങ് അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും അതിന് സമ്മതിച്ചില്ല. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങളിൽ ഒരാളായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് പ്രത്യേക പരിഗണനകളൊന്നും വേണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് തരുന്ന ഒരു ഗുണപാഠമുണ്ട്. എത്ര ഉയർന്ന സ്ഥാനത്തിലെത്തിയാലും ഒരിക്കലും അഹങ്കരിക്കാതെ സമത്വത്തോടെ പെരുമാറുകയും അതുപോലെ തന്നെ ഒരുപോലെ അധ്വാനിക്കുകയും ചെയ്യുക. ചിലപ്പോൾ നമ്മളെല്ലാവരും ഭാവിയിൽ ഉയർന്ന സ്ഥാനത്തിൽ എത്തേണ്ടവരായിരിക്കാം, പക്ഷെ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക, വന്ന വഴി മറക്കാതിരിക്കുക. അതാണ് ഇന്നത്തെ സ്റ്റോറി. മറ്റൊരു ഇസ്ലാമിക് സ്റ്റോറി ആയിട്ട് നാളെ കാണാം.